മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാറാതെ പോയൊരു പെണ്ണില്ല. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാറാതെ പോയൊരു പെണ്ണില്ല. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപ്പീലി കണ്ണ് മാമ്പുള്ളി ചോടന്ന് മെയ്യാസകല പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപ്പീലി കണ്ണ് മാമ്പുള്ളി ചോടന്ന് മെയ്യാസകല പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ്. മാപ്പിളപ്പെട്ടായിപ്പോയി. പാട്ടില് ഡോക്ടറിലാണ്. സത്യനാണ് ഹീറോ. പക്ഷെ ഡോക്ടർ നാടകത്തിൽ ഉമ്മറാണ് ഹീറോ. അതെ. അതിനകത്ത് ഈ പാട്ടുപാടി അഭിനയിക്കുന്നത് ശാന്തി എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായ ഒരു നടിയാണ്. ഇപ്പുറത്ത് വീണ വായിക്കുന്ന അവരുടെ കാമുകനുണ്ട്. ആ കാമുകനായിട്ട് അഭിനയിക്കുന്ന നടൻ നമുക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്. മലയാളത്തിൽ ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള നടന്റെ അച്ഛനാണ്. പക്ഷെ ആ ഛായ ഈ നടന്റെ മകനുണ്ട്. അതെ, കൃത്യമായിട്ട് അതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. മുകേഷിന്റെ അച്ഛനാണ് ഓമാധവനാണ് ആ സീരിയൽ അഭിനയിച്ചിട്ടുള്ളത്. ഓമാധവൻ സാർ ഇപ്പൊ ഇല്ല, നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ ഓമാധവൻ സാറിന്റെ അതേ ഛായയാണ് മുകേഷിന്റെ മകന് ശ്രാവൺ. അതെ അതെ, ഇതില് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ജയരാമാഷല്ലേ സത്യനും ശീലയും കൊണ്ടുള്ള പാട്ട്. അതെ 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 അതെ. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ 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 അക്കരെ. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ 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 അക്കരെ. വേറെ പാട്ടുണ്ടോ? കൊട്ടാരം പാട്ട് പാടാൻ അറിയാവുന്നവരും അല്ലാത്തവരും ഒക്കെ കരുതുന്ന പാടും. അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനും പാടേണ്ടി വരും. പാട്ട് അറിയാവുന്നവർക്കും അറിയാവുന്നവർക്കും അല്ല, നമുക്കൊക്കെ നന്നായിട്ട് പാടാൻ കഴിയും. പാട്ടുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കലാകാരന്മാരിൽ ഒരാളാണ്. പാട്ടിനെ കുറിച്ച് ബാബുക്കയുടെ ഡീറ്റെയിൽസ് ചിലപ്പോൾ ക്വിസ് നടത്തിയത് ചിലപ്പോൾ സിദ്ദിഖും ഞാനും ഒക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും. ചിലപ്പോൾ ഇല്ല, ഞാൻ പലപ്പോഴും സിദ്ദിഖിനോടാണ് സംശയം ചോദിക്കുന്നത്. ഇതിൽ ബാബുക്ക എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ മനസ്സിലുള്ള ബാബുരാജ്, മ്യൂസിക് ഡയറക്ടർ ബാബുരാജ്. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കാലം ആദ്യമായിട്ട് ഇപ്പം നമ്മുടെ സിനിമകൾ മുഴുവൻ പാട്ട് ഹിന്ദി പാട്ടിൻ്റെയും തമിഴ് പാട്ടിൻ്റെയൊക്കെ പാട്ട് അനുകരണങ്ങളായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയായിരുന്നു. അതുപോലെ തന്നെ ട്യൂണിട്ടിട്ട് പാടുകയായിരുന്നു പണ്ട് സിനിമയിൽ. നീലക്കൂല അതിലേതൊരു പാടും എനിക്ക് ഉറപ്പില്ല. രാഘവൻ മാസ്റ്ററാണ് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നതാണ് എൻ്റെ ഓർമ്മ. ശരിയാണെന്ന് എനിക്കറിയില്ല. അതുവരെ മുഴുവൻ ഇവരൊക്കെ പാരഡി ചെയ്യുമ്പോൾ എഴുതും. അതിനുശേഷം അപ്പോൾ അതാണ് ആ കൂട്ടത്തിൽ. അതിനുശേഷവും അതേ സമയത്തുള്ള അവരുടെ സമകാലികനായിട്ടാണ് ബാബുരാജ് വരുന്നത്. അവരതിന് വലിയ ഹിസ്റ്ററി ഉണ്ട്. മലയാളിയല്ല. അതിന് പേര് ശരിക്കുള്ള വേറെ എന്താണ്, സിദ്ദീഖെന്നോ അങ്ങനെ എന്തൊരു പേരാണ്. കൽക്കട്ടയിൽ നിന്നാണ് വന്നത്. കൽക്കട്ടയിൽ നിന്ന് അവിടെ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ ഫാദർ അങ്ങനെ വന്ന് ഇവിടെ നാട്ടിലൊക്കെ പാട്ട് പാടി നടന്നിട്ട് പിന്നെ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറായി വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിലെ മെഹബൂബ് അങ്ങനെയായിരുന്നു. ബാബുരാജ് പാട്ടുകാരനായിരുന്നു, പിന്നെയാണ് മ്യൂസിക് ഡയറക്ടർ. ബാബുരാജിന് കൂടുതലും മലയാള സിനിമയിൽ നമുക്ക് കേൾക്കാൻ തുടങ്ങിയ ഹിന്ദുസ്ഥാനി സംഗീതം ഒരുപക്ഷെ ബാബുരാജിൻ്റെ ആണ് ആരംഭം. ഒരുപാട് പാട്ടുകൾ ഹിന്ദുസ്ഥാനി സംഗീതമാണ്. നമ്മൾ ആ ട്യൂണുകൾ വേറെ നമ്മുടെ ക്ലാസിക്കൽ നമ്മുടെ ഒരു ശാസ്ത്രീയ കർണാടക മ്യൂസിക്കുമായിട്ടുള്ള ബന്ധങ്ങളില്ല, ഇവിടുത്തെ പാട്ടുകളുമായിട്ടുമില്ല. ഈ ബാബുക്കയുടെ പാട്ടുകളുടെ ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്ത ഒരു ഫീലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുമ്പം അത് മലയാളത്തിലേക്ക് പറിച്ച് നട്ടപ്പോൾ ഉള്ള ഫീലിംഗ് ചിലപ്പം വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരു നിൻ തനലിലുറങ്ങും
താപസകന്യകനീ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമപൂജ പുഷ്പവുമായി തേടുവതാരേ ഹരേ തേടുവതാരേ ഹരേ. ഈ പാട്ടിന്റെയൊക്കെ ബാബുരാജ് തന്നെ പാടിയ ഹാർമോണിയത്തിലെ പാട്ടിൽ കേട്ടു. പിന്നെ അയ്യോ എന്തോരം സ്വര സ്ഥാനങ്ങളാ പാടി വിടുന്നത്. അതെ 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 അത് റോയാണ് ബാബുക്ക പാടുമ്പോൾ വോയിസ് കോൺഷ്യസ് അല്ല പുള്ളിയുടെ ശബ്ദം. പുള്ളി ഒരുപാട് സിനിമ പാടിയിട്ടുണ്ട്. അട്ടെപ്പോട്ടെ ഈരിക്കട്ടെ ലൈല എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. മെഹബൂബാണെന്ന് ബാബുക്ക പാടി കുറെ പാട്ടുകൾ മെഹബൂബ് പാടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഈ കോമ്പിനേഷൻ നല്ലതായി. ബാബുക്ക പാടിയ പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ മലർമണം മലർമണം മാഞ്ഞില്ല മധുവീതു തീർന്നില്ല മണവാളനങ്ങു മറഞ്ഞു പോയി മരണത്തിൻ മണിയേറ അതാണ് ബുദ്ധി. മരണത്തിൻ മണിയേറ തന്നിലേക്കല്ലാഹു മാലനെ മാത്രം മടക്കി വിളിച്ചു. സ്ഥിതിക്ക് അതേപോലെ എനിക്ക് രാഗങ്ങളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാൽ പോലും ആർക്കുമില്ല. എന്നാൽ പോലും ഈ ഒരു രാഗത്തിൽ തന്നെ പരസ്പരം കോപ്പി അടിക്കാതെ ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു SD ബർമൻ ആണെന്ന് തോന്നുന്നു. ഈ പാട്ട് ഞാൻ പാടുമ്പോൾ മലയാളത്തിൽ അതിൻ്റെ പാട്ട് സിദ്ദിഖിന് പറയാൻ കഴിയും, മമ്മൂക്കയ്ക്കും പറയാൻ കഴിയും, എന്നാലും പറയാൻ പറ്റും.